എന്തിനിങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത്? ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഇനി കുർബാനയും കാണുന്നില്ല, കുമ്പസാരിക്കുന്നുമില്ല, പിള്ളേരെ ഇട്ട് സൺഡേ സ്കൂളിൽ വിടുന്നുമില്ല. വീട്ടിലുള്ള പ്രാർത്ഥനയൊക്കെ മതി തൽക്കാലം. ഞാൻ സഭയ്ക്ക് പുറത്തു പോവുക. ചിലരുടെയൊക്കെ ചോദ്യം കേട്ടാൽ ഇവരൊക്കെ കത്തോലിക്കരായത് ഈ അച്ഛനെയും ഈ കന്യാസ്ത്രീയും ഒക്കെ കണ്ടിട്ടാണോ എന്ന് തോന്നിപ്പോകും. അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക, അങ്ങനെ ആണോ? അല്ല, ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും മാത്രമേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. സൈനൈഡ് കൊടുക്കുന്ന ഭാര്യയും, പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്ന ഭർത്താവും, പിഞ്ചു കുഞ്ഞിനെ പാറക്കിട്ടടിച്ചു കൊല്ലുന്ന പെറ്റതള്ളയും, മകളെ ദുരുപയോഗിക്കുന്ന അപ്പനും, സഹോദരിയെ ദുരുപയോഗിക്കുന്ന സഹോദരനും, പെറ്റ തള്ളയെ നടതള്ളുന്നവരും, ചോര നീരാക്കി കഷ്ടപ്പെട്ട് വളർത്തി 2 കാലിൽ നിൽക്കാൻ പ്രാപ്തിയായി കഴിയുമ്പോൾ ജന്മം തന്ന അപ്പനെ നടതള്ളുന്നവരും, പോരാഞ്ഞിട്ട് 80 കഴിഞ്ഞ് അമ്മയെപ്പോലും ദുരുപയോഗിക്കുന്ന മക്കൾ പോലും. ഇതൊക്കെ അങ്ങ് അമേരിക്കയിലോ യൂറോപ്പിലോ ആഫ്രിക്കയിലോ ഓസ്ട്രേലിയയിലോ മിഡിൽ ഈസ്റ്റിലോ ഒന്നും അല്ലെന്നേ. നമ്മുടെ കൊച്ചു കേരളത്തിലാ, നമ്മുടെ പഞ്ചായത്തിലാ, നമ്മുടെയൊക്കെ വീടുകളിലാ. ഈ നിമിഷം വരെ ഇത്രയൊക്കെ സംഭവ വികാസങ്ങൾ നടമാടുമ്പോഴും വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും വിരലേൽ എണ്ണാവുന്ന ചില പ്രശ്നങ്ങൾ മാത്രം തള്ളലോട് തള്ളൽ. പൊളിച്ചടുക്കും മക്കളെ, തേച്ചൊട്ടിക്കങ്ങ്. വേറെ പണിയൊന്നുമില്ലല്ലോ. അച്ഛൻ എന്താ കൊമ്പുണ്ടോ? കന്യാസ്ത്രീക്ക് എന്താ കൊമ്പുണ്ടോ? ഉണ്ടോ? അല്ല, ഒരു സംശയം. 4 ലക്ഷത്തിലധികം വരുന്ന വൈദികരിൽ ഏതാനും ചിലർ തെറ്റിപ്പോയിട്ടുണ്ട്, പോകുന്നുമുണ്ട്, പോകാൻ സാധ്യതയുമുണ്ട്. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. യേശുവിന് പോലും ഒരാൾ നഷ്ടപ്പെട്ടു. തെറ്റില്ലാത്ത മനുഷ്യരില്ല. ന്യായീകരിക്കൊന്നുമല്ല കേട്ടോ. ഒരച്ഛന്റെയും ഒരു കന്യാസ്ത്രീയുടെയും പക്ഷം ചേരുകയുമല്ല. തോന്നിയ ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. പെണ്ണു കേസുകളും പണക്കൊതികളും വെച്ച് മാന്യമായി ജീവിക്കാനുള്ള അവകാശം പോലും ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ അവരുടെ നഗ്ന ചിത്രങ്ങൾ വെച്ചു പോലും കഥയും കഥാനായകനും നായികയും ആരും എന്തുമായിക്കോട്ടെ അവരുടെ അനുവാദം കൂടാതെ നഗ്നചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് ആഘോഷിക്കുമ്പോൾ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം മാത്രം. ആ മനുഷ്യൻ നീയായിരുന്നുവെങ്കിൽ, നിന്റെ അപ്പനായിരുന്നുവെങ്കിൽ, നിന്റെ അമ്മയായിരുന്നുവെങ്കിൽ, നിന്റെ ഭർത്താവായിരുന്നുവെങ്കിൽ, നിന്റെ ഭാര്യ ആയിരുന്നുവെങ്കിൽ, നിന്റെ സഹോദരനായിരുന്നുവെങ്കിൽ, നിന്റെ സഹോദരി ആയിരുന്നുവെങ്കിൽ, നിന്റെ മകനായിരുന്നെങ്കിൽ, നിന്റെ മകളായിരുന്നെങ്കിൽ. ബൈബിളിൽ യേശുവിന്റെ അടുക്കൽ പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു പെണ്ണിനെ കല്ലെറിയാൻ കൊണ്ടുവന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. എറിയാൻ യോഗ്യനായ ഒരാൾ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ എറിഞ്ഞില്ല. അത് ക്രിസ്തുവായിരുന്നു. പേടിച്ചിരണ്ട ആ പെണ്ണിനോട് ക്രിസ്തു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇനി ക്രിസ്ത്യാനികളായ എൻ്റെ സഹോദരങ്ങളോട്, ഞാൻ ക്രിസ്ത്യാനിയായത് എൻ്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ടാണ്. എനിക്ക് തിരിച്ചറിവായപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയായി തുടരുന്നത് ഒരു മെത്രാനെയോ ഒരു വൈദികനെയോ ഒരു കന്യാസ്ത്രീയെ കണ്ടിട്ടല്ല, മറിച്ച് ക്രിസ്തുവിനെയും സഭയെയും കണ്ടിട്ടാണ്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കൂ, നിങ്ങൾ ആ ക്രൂശിതലിലേക്ക് നോക്കൂ, തിരുസഭയെ സ്നേഹിക്കൂ. ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്, വൈദികരും കന്യാസ്ത്രീകളും ഇല്ലാത്ത ഒരു കേരളം, ഒരു ഇന്ത്യ, ഒരു ലോകം എന്തായിരുന്നേനെന്ന്. വിദ്യാഭ്യാസത്തിലും ആരോഗ്യ മേഖലയിലും കേരളം ഒന്നാമതാ. ആരാ നമ്മെ അക്ഷരം പഠിപ്പിച്ചത്? ആരാ മിഷൻ ആശുപത്രികൾ തുടങ്ങി നമ്മെ ചികിത്സിച്ച് ആരോഗ്യമുണ്ടാക്കി തന്നത്? നല്ല ശീലങ്ങൾ പഠിപ്പിച്ചത്? യാതൊരു ഉളുപ്പുമില്ലാതെ ഇതൊക്കെ അനുഭവിക്കും, എന്നിട്ട് തെറി പറയും. കുടുംബത്തിൽ പിറന്നവർക്ക് ഇതൊക്കെ ചേർന്നതാണോ? നമുക്ക് ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ ആരാ പരിശീലിപ്പിക്കുന്നത്? ജന്മം കൊടുത്ത അപ്പനും പെറ്റ തള്ളയ്ക്കു പോലും വേണ്ടാത്ത കുഞ്ഞുങ്ങളെ ആരാ നോക്കുന്നത്? നമ്മുടെ മാതാപിതാക്കളെ നടതള്ളുമ്പോൾ അവരെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത് ആരാ?
വൈദികരും കന്യാസ്ത്രീകളും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില ചാബല്യങ്ങളിൽ പെടുന്നത് കണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് പോകുന്നവൻ അങ്ങ് പോകണം. ഇവനൊക്കെ പോയാലും തള്ളിപ്പറഞ്ഞാലും നാണം കെടുത്തിയാലും പിച്ചി ചീന്തിയാലും തേച്ചൊട്ടിച്ചാലും പൊളിച്ചടിക്കിയാലും ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത രക്തസാക്ഷികളുടെ ചുടുനീളം കൊണ്ട് തഴച്ചു വളർന്ന സഭ ഒരിക്കലും തളരില്ല മോനെ, തകരില്ല, തഴച്ചു വളർന്നിരിക്കും. അല്ലയോ പുരോഹിതരെ, കന്യാസ്ത്രീകളെ, ഓരോ സമയത്തും നിങ്ങളെ കുത്തി കുത്തി നോവിക്കുമ്പോൾ ക്രിസ്തു നിങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. വീണവരെ ചവിട്ടുന്നവനല്ല ക്രിസ്തു, വീഴുന്നവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവനാ ക്രിസ്തു. അങ്ങനെ തന്നെയാ സഭയും. കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ.